ദൈവം ഇല്ല. ഓക്കെ. അതേപോലെ ഈ ലോകം തനിയെ ഉണ്ടായതാണ്. ഓരോ കുട്ടികളെടുത്ത് വേഗം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമല്ലോ. കുറച്ച് കഴിവുള്ള ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. പിന്നെ 2-3 വർഗീയതയും എല്ലാം ഭയങ്കര ചോദ്യം ചെയ്യുന്ന രീതിയിൽ, തോന്നിക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാം എളുപ്പമായി. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇരുത്തിക്കഴിഞ്ഞാൽ കേട്ടാൽ വലിയ ആകാംക്ഷയായിട്ട് അവർ അഭിനയിച്ചു തരും. അതൊക്കെയാണ് നിങ്ങളുടെ കലാപരിപാടികൾ. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കുഷ്ഠരോഗിനെ പോലെ കുഷ്ഠരോഗിക്കല്ലല്ലോ കുറേ ഉണ്ടാനല്ലേ, എന്ത് രോഗിക്കാണ്. അപ്പോൾ എന്തോ ഇങ്ങനെ കുരക്കുന്നൊരു TV രോഗി അല്ലേ, അതേപോലെ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ കുരക്കുന്ന ആളോട് അങ്ങോട്ട് ചോദിക്കട്ടെ കുറച്ച് കാര്യങ്ങൾ അല്ലേ. അതല്ല അതിൻ്റെ ഒരു ശരി. ദൈവമില്ല എന്ന് പറയുന്നതിന് തെളിവ് പറ. ഓക്കെ. ദൈവമില്ല എന്ന് പറയുന്നതിന് തെളിവുണ്ടോ? ആദ്യം അത് പറ. ഓക്കെ. അച്ഛനും അച്ഛൻ്റെ അച്ഛനും അവരച്ഛനെല്ലാം എങ്ങനെ ഉണ്ടായി? തനിയന്നെ ഉണ്ടായതാ? എന്നാൽ ഒരച്ഛൻ്റെ അച്ഛനെ ഒന്നുണ്ടാക്കുക. ഓക്കെ. അച്ഛൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാവില്ല ഇപ്പോൾ. എന്നാൽ ഇപ്പോൾ ഒന്നുണ്ടാക്കുക പുതിയതായിട്ട്. തനിയെ ഉണ്ടാകുന്നല്ലേ, പിന്നെ എന്തിനാ മരിക്കുന്നല്ലേ? എല്ലാം തനിയെ ഉണ്ടാകുന്നല്ലേ. പിന്നെ അതിൻ്റെ ലോജിക്ക് എന്താ? നിങ്ങൾ പറയുന്നൊരു കൺട്രോളും ഒന്നുമില്ല, എല്ലാം തനിയെന്ന് പറയുന്നില്ലേ. തനിയെ എന്നാൽ അച്ചാച്ചൻ്റെ അച്ഛനോടൊന്ന് ഉണ്ടാകാൻ പറ. അല്ലെങ്കിൽ പിന്നെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും കാറ്റും മഴയും വെയിലും പുഴയും കടലും എല്ലാം തനിയെ ഇങ്ങനെ എന്തെല്ലോ ഇതിൽ പോകുന്നല്ലേ. അത് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിയിൽ പോന്നെയാണ് എല്ലോ. അതിന് സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ കടൽ അവിടെ വന്നിട്ടുണ്ടായി. ഓക്കെ. കുറച്ച് കഴിഞ്ഞാൽ കടൽ ചിലപ്പോൾ ഇല്ലാണ്ടാവും. ഓക്കെ. അത് കടലിൻ്റെ ഇഷ്ടത്തിനാണ്. അതിൻ്റെ പിന്നിലെന്താണ്? ഓക്കെ. അപ്പോൾ ദൈവം ഇല്ല, ഒന്നുമില്ല, ഒരു കൺട്രോളിങ് ഒന്നുമില്ല. അത് തെളിക്ക്. നിങ്ങളെല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒന്നുമില്ല എന്ന് തെളിക്ക്. ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഓരോ മതങ്ങൾ പറയുന്ന അവരവരുടേതായിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, ദൈവദൂതന്മാർ വന്നത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അവരതിന് തെളിവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, മനുഷ്യനെ പഠിച്ച മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ രഹസ്യങ്ങളും വലിയ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും എല്ലാം സൃഷ്ടിച്ചത് വളരെ ക്രിയേറ്റീവായിട്ടാണ്. ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്ത ആളാണ് ദൈവം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ തനിയെ ഉണ്ടാകുന്നതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് പറ. വെറുതെ ഇങ്ങനെ കുറച്ച് മറ്റുള്ള ആൾക്കാർ മുമ്പിൽ വലിയ ബുദ്ധിജീവിയായിട്ട് ഈ പൊട്ടന്മാർ, ആരിഫ് അവൻ്റെ സംസാര ശൈലിയില്ല എന്നാണ് പറയുന്നത്. പൊട്ടൻ കുറച്ച് ആൾക്കാരാണ്. എനിക്ക് ഈ നിരീശ്വരവാദികളുടെ പേരൊന്നും അറിയില്ല. കുറച്ച് ആൾക്കാർ കടിച്ചു കയറാൻ വരുന്ന പെരാന്തനായനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. പെരാന്തനായൻ്റെ മുമ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അതേപോലത്തെ കുറച്ച് ആൾക്കാർ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഈ പെരാന്തനായി പോലത്തെ കുരക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ദൈവമില്ല എന്നുള്ളതിനെ തെളിവാദ്യം പറ. ഓക്കെ. എന്നിട്ട് നമുക്ക് അടുത്ത ഓരോരോ വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾ അപ്പാട് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ എത്ര ഓടിക്കായിരിക്കും. മുസ്ലിങ്ങൾ കുറച്ച് ചാഞ്ഞ് നിൽക്കും, പാവം അയ്യോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഓടിക്കരുത്. മറ്റുള്ള മത്സരടുത്ത് പോയിട്ട് ഓടിക്കയറാൻ നിൽക്കില്ലല്ലോ. ഇറങ്ങി നോക്കണം, കിട്ടും. ഇപ്പുറത്തെ കയ്യിൽ ചോദ്യം, അപ്പുറത്തെ കയ്യിൽ മറുപടി ആയിരിക്കും. സ്റ്റേജിൽ വന്ന് ഇനി പുറത്ത് ചെയ്യൂല. ആരായാലും അടിച്ചു പണിയാ കുഴപ്പമില്ലേ. മറ്റുള്ള മത്സര കാര്യങ്ങൾ പറഞ്ഞു നോക്കിയട്ടെ. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചല്ലോ. യേശു ക്രിസ്തുവിനെ മോശമായിട്ട് പറഞ്ഞു നോക്കിയട്ടെ. അല്ലെങ്കിൽ കൃഷ്ണൻ, അല്ലെങ്കിൽ രാമൻ, സീത, അതേപോലെ അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയട്ടെ. ഇനി എന്തെങ്കിലും പറയാനുള്ള പറ. എന്നിട്ട് ഇനി ഇതിൻ്റെ ആണത്തെല്ലാം തെളിയിക്കുക. ഓക്കെ. മുസ്ലിംസിൻ്റെ മേലെ കുതിര കയറുന്ന കുതിര ഉണ്ടല്ലോ, ആ കുതിരനാട് വെച്ചേക്ക് ഞാൻ. ഓക്കെ. എന്നിട്ട് ഇനി കളിക്കുന്ന ആൾക്കാരടുത്ത് കളിക്കുക. ഓക്കെ. മുസ്ലിംസ് പിന്നെ നിങ്ങളെ ഈ നിരീശ്വരവാദികളോട് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്.
പൊട്ടന്മാരോട് സംസാരിക്കാൻ താല്പര്യമില്ല. ബുദ്ധിയുള്ള ആൾക്കാരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ള ലെവലിലാണ് അവരുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിനുള്ളൊരു തീരുമാനമാക്കിയിട്ട് നിരീശ്വരവാദത്തിൻ്റെ ഉറവിടവും കാര്യങ്ങളും ദൈവമില്ല എന്നുള്ളതിൻ്റെ തെളിവും കാര്യങ്ങളിലാക്കി ആദ്യം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിരീശ്വരവാദം തന്നെ അതിൻ്റെ എല്ലാം തെളിവുകൾ ആദ്യം എടുക്കുക. ഓക്കെ, എല്ലാത്തിനും തെളിവ് അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.